ബായിക്ക് ഈ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ? നീ വിചാരിക്കും പോലെ അത്ര നിസാരമല്ല കാര്യങ്ങൾ. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലോഡ് ഒപ്പിക്കാൻ ബായിക്ക് പറ്റില്ലേ? അത് പറ്റും, പക്ഷെ എങ്ങനെ കടത്തിക്കൊണ്ടുവരും? ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല കാശറിയണം. അതെവിടുന്ന്? ഒന്ന് ഞാൻ പറയാം, സാധനം കിട്ടിയ കാശ് മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് എടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ എൻ്റെ ഉണ്ട് ബായി. ആ ആ സാറേ, വണ്ടി എന്താണ് വണ്ടിയില്? ഐസാണ് സാറേ. കുറുപ്പേ കയറി പരിശോധിക്ക്. സാർ നന്നായി പരിശോധിക്കണോ? സാർ സാറേ പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് ഐസ് വാട്ടർ ആവും. സാറേ ഇത് ഫുൾ ഐസാ. ആ അടച്ചേക്ക്. ഓ ചാടിക്കോ ചാടിക്കോ, അല്ലെങ്കിൽ ഐസാവും. വിട്ടോ വിട്ടോ, വിട്ടോ. പെട്ടെന്നാവട്ടെ. ശിവ, ആ ഓ എന്റെ പുണ്യാളച്ചോ, നീ ഇങ്ങ് എത്തുന്നത് വരെ ഞാൻ മുള്ളേ നിൽക്കുകയായിരുന്നു. സ്പിരിറ്റ് എന്തേടാ? ദാ ഇതൊക്കെയാ. ഈ ഐസ് കിട്ടേ? ഞാൻ കാണിച്ചു തരാം. ദാ ഒറിജിനൽ സ്പിരിറ്റ്. ആ ഓ എന്റെ അമ്മച്ചി, ഒടുക്കത്തെ ബുദ്ധി തന്നെ. അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസ് ആവാത്തേ? എന്റെ ബായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രി എങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല, കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. ഇത് എത്ര രൂപയുടെ മുതലാന്ന് അറിയാമോ നിനക്ക്? നിനക്ക് ഞാൻ എന്താടാ തരേണ്ടത്? ഈ ലാഭത്തിന്റെ പകുതി നീ എടുത്തു അല്ലേ? വേണ്ട, ഇത് മുഴുവൻ നീ എടുത്തു. വേണ്ട ബായ്. ബായ് ആ ചിന്നാടന്മാരെ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ കിട്ടിയിരുന്നേ? 5000 ഉരുവ. ആ 5000 ഉലുവ മതി എനിക്ക്. അല്ലെ പിന്നെ ഞാനും ബായ് തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ നീ പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കടത്തി ഒരു നാൾ പിടിക്കപ്പെട്ടു. ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയെറിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എൻ്റെ സ്വാധീന വലയത്തിലായി. പിന്നെല്ലാം അവരുടെ അനുവാദത്തോടെയായി. ബായിക്ക് വീടായി, കാറായി, ലോറികളായി. ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു. വാളയാർ പരമശിവം. എനിക്കും സഹായികളുണ്ടായി. അച്ചായനും അച്ചുവേട്ടനും. സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. പോലീസ് കേസെടുത്തു. കാറ്, തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ബായിക്കെതിരായിരുന്നു. ബായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു. എന്തിന്? ബായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചിലർ അല്ലേ. ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ? പാവം ബായ് എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ബായിക്ക് സഹായിച്ചു. ഈ ബായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി. അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. ആ പരമശിവത്തിന്റെ പരോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. ഓ, ആള് കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ? അല്ല സാർ. തനിക്ക് എന്താണോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അവനൊരു പാവമാണ് സാർ. എടാ, അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കായിരുന്നു. എന്ത് പറ്റി? ആ ഡോക്ടറെ വിളിച്ചു സാർ. ഒടുക്കത്തെ കരുനാക്ക്. എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ പറഞ്ഞു? നീ എന്ത് വേടി? പുറകോട്ട് പറയും. ഹീ ഈസ് വെരി സീരിയസ്.
മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ് പ്രൊസീഡ്. ഓക്കെ. മാറ്റാനൊക്കെ വരട്ടെ സാറേ. ഇതോ പരമശിവം പരോ- ചുമ്മാ ഇരി സാറേ. ദേ ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വീണപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് മോന്തക്കൊഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളാ ഈ സൂപ്രണ്ട് സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ എത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ. ഇവന്റെ നാവിക്കിട്ട് ഒരു ഒറ്റ തൊഴിലെടുത്തന്റെ അപ്പ എഴുന്നോക്കോ. ദിവാകരൻ സാർ. മോനെ അവന്റെ പരോളിന്റെ പേപ്പർ കണ്ടത്. ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. പാടോ. എടാ ചിന്നാടാ, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി ഇറങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്ക. പോടാ. നീ ഓർത്തോ? ഓർത്തല്ല ഞാൻ ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? സുഖല്ലേ? ബായി കാശും കാറിന്റെ താക്കോല് ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക. വരാൻ കുറച്ച് ദിവസം കഴിയും. നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ? എല്ലാരും ഒന്ന് കാണണം. ഭാരതി അമ്മേ, ഭാരതി. ഉണ്ണി, അമ്പിളി, എടി അമ്പിളി. എന്താ അമ്മേ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ, അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി ഞാൻ. ഭാരതി അമ്മേ. ഉണ്ണി, ഭാരതീയം എന്തിനാ കരയണേ? സന്തോഷം കൊണ്ട. ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയ നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേടാ കാണുന്നത്. അതൊക്കെ പോട്ടമ്മേ. ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി? ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മേ ലീവ് കിട്ടിയത്. അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി CD. ഏട്ടാ എടാ, എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്നറിയില്ല. നീ പിടിച്ചേ. എന്താ? ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ ഇത് ജീൻസ് അല്ലേ? ഓ ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അനിയത്തി. ഇവളല്ല, അപ്പുറത്തെ. ആരാ? ഏയ് നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ?
ഞാൻ ആ വീട്ടിലെ ആ വീട്ടില് അതെന്റെ വീടല്ലേ? ഏട്ടാ നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? ആ. അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? അതെ. നിനക്ക് ഇന്ത്യയിൽ നിന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയേട്ടാ. നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം.